എവിടെയെങ്കിലും പോകണം എന്തെങ്കിലും തിന്നണമെന്ന് വിചാരിക്കുമ്പോഴാണ് ഫാമിലിയിൽ ഒരു ഗ്രൂം ടു ബി വന്നത്. എല്ലാവരെയും വിളിക്കുന്ന കൂട്ടത്തിൽ എന്നെയും വിളിച്ച് അങ്ങനെ ഞാനും പോയി ബേക്കൽ കോർണിഷിൽ. അങ്ങനെ ആടെ എത്തിയിട്ടാകുമ്പോൾ നല്ല സ്ഥലം കേട്ടോ. നടുക്കുന്നിട്ട് നോക്കിയെങ്കിൽ ട്രെയിൻ പോകുന്നതും കാണാം, ബസ് പോകുന്നതും കാണാം, പോയതിൻ്റെ നടുക്ക് ഒരു റെസ്റ്റോറൻറ്റും കാണാം. അങ്ങനെ എല്ലാം ഉള്ള നല്ല വൈബുള്ള സ്ഥലം കേട്ടോ. അങ്ങനെ കുറേ നാളത്തേക്ക് ശേഷം ഫാമിലി മെമ്പേഴ്സിനെല്ലാം കണ്ട്. ഇതെന്താടാ യൂണിഫോമാ? രമേശിന്റെ ഇടയിൽ നിന്നാ മരിച്ചേ? പറഞ്ഞില്ല തെണ്ടി. ഞങ്ങളോട് അങ്ങനെ പ്ലാൻ ആക്കിയതുപോലെ എല്ലാവരും ബ്ലാക്ക് കളർ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് വന്നിട്ടാ. അങ്ങനെ ചെക്കനും പെണ്ണെല്ലാം വന്ന് ഫ്ലവറെല്ലാം കൊടുത്ത് കേക്കെല്ലാം മുറിച്ച് ഓരോ പരിപാടിയായിട്ട് നടന്നുകൊണ്ടുണ്ട്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടേ ഇത് നമുക്കിന്ന് പോണ്ടേ? യൂ എന്റെ ഒരു കൈ എവിടെയടേ? രണ്ടൂന്ന് കൈയായിട്ട് എടേ. അങ്ങനെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സെക്ഷനിലെത്തിയിട്ടാണ് ഫുഡിൻ്റെ സെക്ഷന്. ഞങ്ങളുടെ നാട്ടിലില്ലേ ഇങ്ങനെ കോഴി പൊരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനൊറ്റൊരു പേരേ പറയും, KFC എന്ന്. ഏത് ഷോപ്പൊന്ന് ഏടുന്ന് ഇങ്ങനത്തെ പൊരിച്ചിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയില്ല അതിനെ KFC എന്നാണ് കേട്ടോ. ബ്രോസ്റ്റഡ് എടുക്കുന്നോ ഫ്രൈഡ് ഇരിക്കുന്നോ ഒന്നും ഞങ്ങൾ പറയില്ല. ഞങ്ങളുടെ നാട്ടിൽ KFC വന്നിട്ട് ആകെ 2 കൊല്ലമായിട്ടും. അതിന് മുന്നേ ഞങ്ങൾ ഏത് ഷോപ്പിൽ പോയിട്ട് തിന്നാലും ഞങ്ങൾ KFC തിന്നാൻ പോകുന്നതെന്നേ പറയും. നല്ലോണം പൈച്ചത് കൊണ്ടും തന്നെ ഒറ്റ പീസായത് കൊണ്ടും മെല്ലെ മെല്ലെ തിന്നിട്ട് ഞങ്ങൾ വരെ തിന്നണേ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ 5 ആൾ വന്ന വണ്ടിയിൽ 10 ആളെ കയറ്റിയിട്ട് ഞങ്ങൾക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ഓക്കെ ബൈ.